ഹലോ. ആ മമ്മി, എന്തുണ്ട് മോളെ വിശേഷങ്ങള്? ഞാൻ ഓണാഘോഷത്തിന് പോവാ. ഓണമോ? ഇപ്പോഴേയോ? അതെ അതെ അതെ. ആര് നടത്തുന്നതാ? ഇവിടെ ഒരു മലയാളി അസോസിയേഷന്റെയാ. അല്ല മോളെ, എന്ത് ഇപ്പം നടത്തുന്നേ? അതിന് ഓണമൊന്നും ഓ, ആയില്ലല്ലോ. അവർക്ക് ഇപ്പൊ നടത്തണമെന്ന്. അവരാരും ഇനി ഓണത്തിന്റെ സമയത്ത് കാണത്തില്ലെന്ന് പോലും. ആ, എന്തായാലും പ്രോഗ്രാമിന് പോയിട്ട് അത് ബാക്കി വിശേഷം പറയാം കേട്ടോ. ഓക്കെ എന്നാ. ഹലോ. ആ മമ്മി, ഞാൻ ഒരു ഓണാഘോഷത്തിന് പോവാ, റെഡിയായി നിൽക്കുക. വീണ്ടും ഓണമോ? ആ അതെ അതെ. അതിരിക്കട്ടെ, ഇതിപ്പോ ആരുടെ ഓണമാ? ഈ പ്രാവശ്യം ഞങ്ങളുടെ കോട്ടയം ഡിസ്ട്രിക്ട് പ്രവാസി അസോസിയേഷന്റെയാ. തിരുവാതിരയൊക്കെ ഉണ്ട്. ആഹാ. ഓക്കെ എന്നാ, പോയിട്ട് കണ്ട് വിശേഷം പറയാമേ. ആ മമ്മി, ഓണാഘോഷത്തിന് പോവാൻ റെഡിയായി നിൽക്കുക. ഇതിപ്പോ എത്രാമത്തെ ഓണമാ? ഇതിനി ആ, ആരുടെയാ? ഇത് ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ. ഓക്കെ. ഓക്കെ എന്നാ. ആ മമ്മി, ഓണത്തിന് പോയി ഒരുങ്ങിയിരിക്കുക. എന്റെ മോളെ, ഈ ഓണങ്ങൾക്ക് ഒരു അവസാനമില്ലേ? ആ, ഇത് നിങ്ങളുടെ റുബിയിലുള്ള മലയാളി അസോസിയേഷന്റെയാ. ഓക്കെ എന്നാ, പോയിട്ട് വിളിക്കാവേ. ഹലോ മമ്മി. ആ ഹലോ. ഞാൻ ഓണാഘോഷത്തിന് പോവാ. ഇവിടുത്തെ കേരള വിങ്ങിന്റെയാ. മോളെ, മാവേലി തമ്പുരാനൊക്കെ വന്നിട്ട് തിരിച്ചുപോയി. ഇനി എന്ത് ഓണം? ഓണാഘോഷത്തിന് പോവാൻ റെഡിയായി നിൽക്കുക. ഇതിനിപ്പോ ആരുടെ ഓണമാ മോളെ? ഇത് ഞങ്ങളുടെ ചേർച്ചിന്റെ ഓണമാ. ഓക്കെ, എന്നാ പോയിട്ട് വാ. ആ ഓക്കെ. ആ മമ്മി, വീണ്ടും ഓണാഘോഷം. ഓ, ഇത് കേട്ട് കേട്ട് എനിക്ക് മടുത്തു മോളെ. ഞാനും മടുത്തു. ഡ്രസ്സുകൾ ഇടുന്നതെല്ലാം തീർന്നു. ഞാനിപ്പോ ലാസ്റ്റ് ഒരു ധാവണി എടുത്തു കൊടുത്തു, റെഡ് കളറിലെ. ആ, അതാകുമ്പോ ക്രിസ്മസിന് ഓണത്തിന് രണ്ടിനും ഉപയോഗിക്കാവുന്ന കളറല്ലേ. അപ്പോ ഇനി ക്രിസ്മസ് ആയതുകൊണ്ട് മാവേലി ഒന്നും ഇല്ലായിരിക്കും അല്ലേ? ആ, രാവിലെ തൊട്ട് ഉച്ചവരെ മാവേലി തമ്പുരാനായിട്ട് നിൽക്കും. ഉച്ച കഴിഞ്ഞ് ക്രിസ്മസ് ഫാദർ ആവും. കൊള്ളാം അവിടുത്തെ കാര്യം. ഇതോടുകൂടി ഈ വർഷത്തെ ഓണാഘോഷം തീർന്നെന്ന് വിചാരിക്കുന്നു. ഓക്കെ.